General features of phylum Arthropoda. Phylum Arthropoda is one of the biggest phylums of non-chordates. പലതരത്തിലുള്ള ഡൈവേഴ്സ് എൻവയോൺമെൻറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉള്ള പലതരത്തിലുള്ള ഓർഗാനിസംസും ഈ ഫൈലം ആർത്രോപോഡയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെഷനിൽ ഫൈലം ആർത്രോപോഡയുടെ ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ആർത്രോപോഡ എന്ന് പറയുന്ന പേര് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു? രണ്ട് വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ് ആർത്രോപോഡ. ആർത്രോസ് ആൻഡ് പോഡോസ്. Arthros means jointed, then podos means foot. So this particular phylum includes organisms having jointed appendages. പല സെഗ്മെന്റ്സ് കൊണ്ട് ജോയിൻറ്റഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് അല്ലെങ്കിൽ ലെഗ്സ് ഉള്ള ഓർഗാനിസംസ് ആണ് ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബീറ്റിലിനെ കാണാം. ആ ബീറ്റിൻ്റെ ലെഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അത് പലതരത്തിലുള്ള പീസസ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ള ഓർഗാനിസംസ് ആണ് ഫൈലം ആർത്രോപോഡയിൽ വരുന്നത്. Then they possess bilateral symmetry. Their body can be divided into two equal halves through a plane which passes through the sagittal body axis. അപ്പോൾ സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ആക്സിസിലൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഓർഗാനിസത്തിനെ ഈ കാറ്റഗറിയിൽ വരുന്ന ആർത്രോപോഡയിൽ വരുന്ന ഓർഗാനിസംസ് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ബീറ്റിലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബീറ്റിലിൻ്റെ സജിറ്റൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് ഹാഫ് കിട്ടും, അല്ലെങ്കിൽ രണ്ട് ഹാഫ് കിട്ടും. ഇപ്പോൾ ബയലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത് ഹയർ ഗ്രേഡ് സിമെട്രിയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സിലിൻഡ്രേറ്റിനെ കാണാൻ സാധിക്കും. ഒരു കോറൽ പോളിപ്പാണ്. അവിടെ റേഡിയൽ സിമെട്രിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് പ്രിമിറ്റീവ് ഫോമാണ്. ഇവിടെ ഒരു സ്പോഞ്ചിനെ കാണിച്ചിട്ടുണ്ട്. അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ബോഡി ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് അതിന് സിമെട്രി ഒന്നും കാണത്തില്ല. അപ്പം ഹയർ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിമെട്രിയാണ് ആർത്രോപോഡ്സ് എക്സിബിറ്റ് ചെയ്യുന്നത്, ബയലാറ്ററൽ സിമെട്രി. Then they possess a hard exoskeleton. അവയുടെ ബോഡിക്ക് കവറിങ് ആയിട്ട് ഒരു ഹാർഡ് എക്സോസ്കെലിറ്റൺ ഉണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ആ എക്സോസ്കെലിറ്റനെ വിളിക്കുന്ന പേരാണ് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ. Their body is covered with a hard exoskeleton which is made up of a chemical substance called chitin. കൈറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടുള്ള ഒരു എക്സോസ്കെലിറ്റൺ അവയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇയർവിഗ്, ബീറ്റിൽ, സ്പൈഡർ, പിന്നെ ഷ്രിമ്പ് അല്ലെങ്കിൽ പ്രോൺ. ഇതിൻ്റെ എല്ലാം എക്സ്റ്റേണൽ സർഫസിൽ ഒരു ഹാർഡായിട്ടുള്ള കൈറ്റിൻ കൊണ്ടുള്ള എക്സോസ്കെലിറ്റൺ ഉണ്ട്. Then they possess a property called molting. Molting is the periodical shedding of the chitinous exoskeleton. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു അവയുടെ പുറം ആവരണമായിട്ട് കൈറ്റിൻ കൊണ്ടുള്ള ഒരു എക്സോസ്കെലിറ്റൺ ഉണ്ട്. ഈ കൈറ്റിൻ കൊണ്ടുള്ള എക്സോസ്കെലിറ്റനെ റിമൂവ് ചെയ്യുന്ന, പീരിയോഡിക്കലായിട്ട് ഷെഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മോൾട്ടിങ്. ഓർഗാനിസം വളരുന്നതിനനുസരിച്ചിട്ട് ഈ കൈറ്റിൻ്റെ എക്സോസ്കെലിറ്റൺ വളരുന്നില്ല. അപ്പോൾ പീരിയോഡിക്കലായിട്ട് കൈറ്റിൻ എക്സോസ്കെലിറ്റനെ റിമൂവ് ചെയ്യണം. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മോൾട്ടിങ് അല്ലെങ്കിൽ എക്ഡൈസിസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഇൻസെക്റ്റ് മോൾട്ടിങ് പ്രോസസ്സിന് വിധേയമാകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വൈറ്റ് കളറിൽ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ആ പാർട്ടാണ് ആ ഓർഗാനിസം എന്ന് പറയുന്നത്. അതിൻ്റെ പുറകിൽ കാണുന്ന ഈ ബ്രൗൺ കളറുള്ള ആ പാർട്ട് അതിൻ്റെ എക്സോസ്കെലിറ്റൺ മാത്രമാണ്. ഇപ്പോൾ പടം പൊഴിക്കൽ പ്രോസസ്സാണ് മോൾട്ടിങ് എന്ന് പറയുന്നത്. Then they possess a segmented body. The body is divided into three major regions: head, thorax and abdomen. ജനറലായിട്ട് 3 റീജിയൻസ് സാധാരണ രീതിയിൽ വരാറുണ്ട്. ഇത് കൂടുതലും കാണിക്കുന്ന ഇൻസെക്ട്സ് ഒക്കെയാണ്. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് പറയുന്ന 3 റീജിയൻസ്. ഇനി ഫ്ലൈയിങ് ഇൻസെക്ട്സ് ഒക്കെ ആണെങ്കിൽ അവയുടെ വിങ്സ് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ തൊറാസിക് റീജിയനിലായിരിക്കും. Then they possess a hemocoel. സീലം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സീലം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പേസ് ബിറ്റ്വീൻ ബോഡി വോൾ ആൻഡ് അലിമെൻ്ററി കനാൽ വിച്ച് ഈസ് ലൈൻഡ് വിത്ത് മീസോഡം. അപ്പോൾ ബോഡി വോളിൻ്റെയും അലിമെൻ്ററി കനാലിൻ്റെയും, ദിസ് ഈസ് ബോഡി വോൾ, ദിസ് ഈസ് അലിമെൻ്ററി കനാൽ, ഇതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് കാണും. ആ സ്പേസിനെയാണ് സീലം എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ സീലത്തിൻ്റെ പ്രത്യേകത, സീലം ഈസ് ഹീമോസീൽ. ഹീമോസീൽ മീൻസ്
the coelom is filled with the circulatory fluid hemolymph. ഇതിൻ്റെ ബ്ലഡ് പോലെയുള്ള സർക്കുലേറ്ററി ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് ഹീമോലിംഫ്. ആ ഹീമോലിംഫ് കൊണ്ട് ഈ ബോഡി ക്യാവിറ്റി ഫിൽഡ് ആയിരിക്കും. അങ്ങനെയുള്ള സീലത്തിന് പറയുന്ന പേരാണ് ഹീമോസീൽ. അപ്പോൾ അതൊരു സ്പെഷ്യൽ ടൈപ്പ് സീലമാണ്. ദെൻ ദ റെസ്പിറേഷൻ പ്രോസസ്സ് പലതരത്തിലുള്ള ഓർഗൻസ് വഴിയാണ് സാധ്യമാകുന്നത്. ഇൻ ടെറസ്ട്രിയൽ ഫോംസ് റെസ്പിറേഷൻ ഈസ് ഡൺ ത്രൂ ട്രക്കിയ ആൻഡ് ബുക്ക് ലങ്സ്. ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ പോലെയുള്ള ഓർഗാനിസത്തിൽ ട്രക്കിയ എന്ന് പറയുന്ന ട്യൂബ്യൂൾസിൻ്റെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബുക്ക് ലങ്സ് എന്ന് പറയുന്നത് അരാക്നിഡ്സ്, സ്പൈഡേഴ്സിനുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇവ രണ്ടും ടെറസ്ട്രിയൽ ഫോംസ് ആണ്. ഇനി അക്വാട്ടിക് ഫോംസിലാണെങ്കിൽ ട്രൂ ഗിൽസ് അല്ലെങ്കിൽ ബ്രാങ്കിയ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണും, അല്ലെങ്കിൽ ബുക്ക് ഗിൽസ് കാണും. അപ്പം റെസ്പിറേഷൻ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് സാധ്യമാകുന്നത്. ട്രക്കിയ ആൻഡ് ബുക്ക് ലങ്സ് ഇൻ ടെറസ്ട്രിയൽ ഫോംസ്, ദെൻ ബ്രാങ്കിയ ആൻഡ് ബുക്ക് ഗിൽസ് ഇൻ aquatic forms. Then excretion is mainly done through two structures, green glands in aquatic forms and Malpighian tubules in terrestrial forms. Aquatic forms il കാണുന്ന ഒരു excretory structure ആണ്. Excretion means excretory structure means it is the organ which is responsible for the removal of waste materials from the body. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അക്വാട്ടിക് ഫോംസിലുള്ള സ്ട്രക്ചറാണ് ഗ്രീൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അത് കോക്സൽ ഗ്ലാൻസ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ പ്രോണ് പോലെയുള്ള, ചെമ്മീൻ പോലെയുള്ള ആർത്രോപോഡ്സിൽ ഗ്രീൻ ഗ്ലാൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ടെറസ്ട്രിയൽ ഫോംസിൽ വരുമ്പോഴേക്കിന്, കോക്രോച്ച് പോലെയുള്ള ടെറസ്ട്രിയൽ ഫോംസിലേക്ക് വരുമ്പോൾ മാൽഫീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ നെർവസ് സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. ബ്രെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡോർസൽ സൈഡിലാണ് ബ്രെയിൻ വരുന്നത്. ബ്രെയിൻ ആണ് മെയിൻ ആയിട്ടുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ബോഡിലി ആക്ടിവിറ്റീസിൻ്റെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന വെൻട്രൽ നെർവ് കോഡ് ഉണ്ട്, വെൻട്രൽ സൈഡിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള സെൻസറി ഓർഗൻസ് നമുക്ക് ആർത്രോപോഡ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ദേ പൊസസ് ആൻറ്റിന, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സ്റ്റിമുലൈ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസറി സ്ട്രക്ചറാണ് ആൻറ്റിന. ദെൻ എൻറ്റയർ ബോഡി സെൻസറി ഹെയർസ് എന്ന് പറയുന്ന ഹെയർസ് കൊണ്ട് കവേർഡ് ആണ്. അതും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻസറി സ്ട്രക്ചറാണ് കോമ്പൗണ്ട് ഐസ്. കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്ന വിഷ്വൽ ഓർഗൻസ് ചില ആർത്രോപോഡ്സ് എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത് പല സിംഗിൾ ഐസിൻ്റെ, സെപ്പറേറ്റ് ഐ യൂണിറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഓരോ സിമ്പിൾ ഐസിനെയും ഒമാറ്റീഡിയം എന്ന് പറയും. അതിൻ്റെ പ്ലൂറൽ ഒമാറ്റീഡിയ. അപ്പോൾ പല ഒമാറ്റീഡിയയുടെ ഒരു അസംബ്ലേജ് ആണ് കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത്. ഓരോ ഒമാറ്റീഡിയവും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫീൽഡിൻ്റെ ഇമേജ് ഉണ്ടാക്കും. അപ്പോൾ ഇത് കാണുന്ന ആ പർട്ടിക്കുലർ ഫീൽഡിൻ്റെ ഒരു പോർഷൻ ഒരു ഒമാറ്റീഡിയമാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ വേറൊരു പോർഷൻ വേറൊരു ഒമാറ്റീഡിയം ആയിരിക്കും. അങ്ങനെ ഇതിനെയെല്ലാം കോർത്തിണക്കിയിട്ട് ഫൈനലായിട്ട് വിഷ്വൽ പെർസെപ്ഷൻ നടക്കും. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഐ ആണ് കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇൻസെക്ട്സ് പോലെയുള്ള ഓർഗാനിസത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ഓഡിറ്ററി ഓർഗൻസ് ഉണ്ട്. വൈബ്രേഷൻസ് അല്ലെങ്കിൽ സൗണ്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗൻസ് ആണ് ഓഡിറ്ററി ഓർഗൻസ്. പിന്നെ ഇതിന് ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയത്തിന് വേണ്ടിയിട്ട് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻസെക്ട്സിൻ്റെ ആൻറ്റിന കാണാൻ സാധിക്കും. വളരെ ലെങ്തി ആയിട്ടുള്ള ആൻറ്റിനയാണ് ഈ പർട്ടിക്കുലർ ഇൻസെക്റ്റിന് ഉള്ളത്. പിന്നെ താഴെ കാണുന്നത് ഡ്രാഗൺ ഫ്ലൈസിൻ്റെ, തുമ്പിയുടെ കോമ്പൗണ്ട് ഐസ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള ഒമാറ്റീഡിയ എന്ന് പറയുന്ന സിമ്പിൾ ഐസിൻ്റെ കോമ്പിനേഷനാണ് കോമ്പൗണ്ട് ഐസ്. ഇനി ഇവയുടെ സെക്ഷുവൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ദേ ആർ ഡയേഷ്യസ് ഓർഗാനിസംസ്. ഡയേഷ്യസ് ഓർഗാനിസംസ് മീൻസ് സെക്സസ് ആർ സെപ്പറേറ്റ്. അതായത് മെയിലും ഫീമെയിലും ജെൻഡർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സെക്ഷുവൽ ഡയമോർഫിസം കാണിക്കും. സെക്ഷുവൽ ഡയമോർഫിസം മീൻസ് there are striking structural morphological differences between the two genders. മെയിലും ഫീമെയിലും തമ്മിൽ മോർഫോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്ത് അവയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
പിന്നെ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ മീൻസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഒക്കർ വിത്തിൻ ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വെച്ചിട്ടാണ് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ, എഗ്ഗിൻ്റെയും അതുപോലെ തന്നെ സ്പേമിൻ്റെയും ഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സെക്ഷുവൽ ഡൈമോർഫിസമാണ് മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിലും ഫീമെയിലിനും ഈ വെയിൻസിൻ്റെ, അതിൻ്റെ ഫെദറിലുള്ള വെയിൻസിൻ്റെ പാറ്റേണിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ആർത്രോപോഡ്സ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതായത് അവയുടെ എഗ്സ് ഡയറക്റ്റ് ആയിട്ട് അഡൾട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ലാർവൽ ഫോംസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ലാർവൽ ഫോംസ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് അല്ല, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ലൈഫ് സൈക്കിളിൽ പലതരത്തിലുള്ള സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഓരോ സ്റ്റേജും ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ഫൈനലി അഡൽട്ട്സ് ഉണ്ടാകുന്നത്. ഈ ഓരോ സ്റ്റേജിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെ നമുക്ക് ആസ് എ ഹോൾ മെറ്റാമോർഫോസിസ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ബീറ്റിൽ, ലേഡി ബീറ്റിലിൻ്റെ ലൈഫ് സൈക്കിളാണ് നിങ്ങൾ കാണുന്നത്. ആ ഫീമെയിൽ ബീറ്റിൽ കോപ്പുലേഷൻ, സെക്ഷുവൽ കോണ്ടാക്റ്റിനൊക്കെ വിധേയമായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് എഗ്ഗ് ലേ ചെയ്യും. ആ എഗ്ഗ് പിന്നീട് ട്രാൻസ്ഫോം ചെയ്ത് അതിൽ നിന്ന് ലാർവ എമർജ് ചെയ്യും. ലാർവ പ്യൂപ്പേഷന് വിധേയമായി പിന്നീട് പ്യൂപ്പയിൽ നിന്ന് അഡൽട്ട് ബീറ്റിൽ അറൈസ് ചെയ്യും. അപ്പോൾ ലൈഫ് സൈക്കിളിനകത്ത് 4 സ്റ്റേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും: എഗ്ഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട്. അപ്പോൾ ഈ സീരീസ് ഓഫ് ചേഞ്ചസ്, ലൈഫ് സ്റ്റേജസിലുള്ള ചേഞ്ചസ്, അതിനെ നമുക്ക് മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ് ആണ്. ഇവിടെ 4 സ്റ്റേജസും ഉണ്ട്. ചിലതിനകത്ത് ഇങ്ങനെ 4 സ്റ്റേജസ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്റ്റേജസ് കാണത്തില്ല. അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റാമോർഫോസിസ് ആയിരിക്കും ഉള്ളത്. അടുത്ത ആർത്രോപോഡ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു യൂണീക്ക് പ്രോപ്പർട്ടിയാണ് പാർത്തനോജെനസിസ്. പാർത്തനോജെനസിസ് മീൻസ് ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഫ്രോം ആൻ അൺഫെർട്ടിലൈസ്ഡ് എഗ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിൽ നിന്ന് ആണ് ഒരു ഓർഗാനിസം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം വരും. സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്ത് ഉള്ള സൈഗോട്ടിൽ നിന്നാണ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിനകത്ത് ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ പാർത്തനോജെനസിസ് അങ്ങനെയല്ല. അവിടെ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിൽ നിന്ന് ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിളാണ് ഹണി ബീയിലുള്ള പാർത്തനോജെനസിസ്. ഇപ്പോൾ ക്യൂൻ എന്ന് പറയുന്ന ഫെർട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽ, അത് എഗ്ഗ് ലേ ചെയ്യും. ആ എഗ്ഗ് 2 കാറ്റഗറി എഗ്സ് കാണും: ഫെർട്ടിലൈസ്ഡ് എഗ്ഗും അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അത് ഡിപ്ലോയിഡ് എഗ്സ് ആണ്. ആ എഗ്ഗിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആണ് ഫീമെയിൽ ഓസ്പ്രിങ്സ്, ഫീമെയിൽ വർക്കർ അല്ലെങ്കിൽ ക്യൂൻ. അപ്പോൾ അത് ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. അവ 2 സെറ്റ് ക്രോമസോംസിനെ ക്യാരി ചെയ്യുന്നതാണ്. ഇനി ക്യൂൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന്, ഹാപ്ലോയിഡ് എഗ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് മെയിൽ ഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽസ്, ഹണി ബീ കോളനിക്കകത്ത് കാണുന്ന എല്ലാ മെയിൽസും ഹാപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. അവ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പാർത്തനോജെനസിസിൽ നിന്നാണ്, അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആർത്രോപോഡ്സിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്. 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക.